ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. മക്കളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ, ഒരുപാട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ? പ്രകൃതിക്ക് മാത്രമല്ല, ആ പ്രശ്നം നമ്മുടെ മനുഷ്യനും കൂടെ ബുദ്ധിമുട്ടാവുന്ന സമയത്താണ് ആക്ച്വലി അതൊരു പ്രകൃതി ദുരന്തമായിട്ട് നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് മാറാറുള്ളത്. ഈ പ്രകൃതി ദുരന്തങ്ങൾ ഏത് സമയത്തും നമ്മിലേക്കും വരില്ല എന്ന് ഒരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റാത്ത കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കാരണം അത് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുമെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനുള്ളത്. പ്രധാനപ്പെട്ട പ്രകൃതി ദുരന്തങ്ങളെല്ലാം ഏതെല്ലാമാണ്? ആ ദുരന്തങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെയൊക്കെയാണ് ആ സമയത്ത് ഇടപെടേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അതിൽ ആദ്യത്തേതാണ് വെള്ളപ്പൊക്കം. 2018 നമ്മളെല്ലാം നേരിട്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു ഫ്ലഡ് അഥവാ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ഈ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? പീപ്പിൾ റിസൈഡ് അലോങ് ദ റിവർ ബാങ്ക് ഷുഡ് ബി മൂവ് ഹയർ ഗ്രൗണ്ട്സ് ദ ഫാസ്റ്റ് ദേ ക്യാൻ. അവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പുഴയോരത്ത് താമസിക്കുന്ന ആളുകൾ, പുഴയുടെ അടുത്ത് താമസിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാം? എത്രയും പെട്ടെന്ന് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് വേഗം മാറി താമസിക്കുക എന്നുള്ള. കാരണം അവിടെ നിന്നാൽ അവരുടെ വീടുകളിലേക്ക് വെള്ളം കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം? ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുക ഒന്നാമത്തെ കാര്യമാണ്. അതുപോലെ തന്നെ ഡു നോട്ട് സ്റ്റെപ്പ് ഇൻ ടു ദ റിവർ ഇൻ ദ ടോറന്റ്. ശക്തമായ ഒഴുക്കുള്ളപ്പോൾ പുഴയിൽ ഇറങ്ങരുത്. അത് നമ്മുടെ ജീവൻ എന്ത് ചെയ്യാണ്? ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ശക്തമായ ഒഴുക്കുള്ള സമയത്ത് നമ്മൾ പുഴയിൽ ഇറങ്ങാതിരിക്കുക. മാത്രമല്ല, ഡിസ്കണക്ട് ഇലക്ട്രിസിറ്റി ഈ വാട്ടർ എൻറ്റേഴ്സ് ദ ഹോം. വീടിനകത്തേക്ക് വെള്ളം കയറിയാൽ ഉടനെ തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക, വൈദ്യുതി ബന്ധം കട്ടാക്കുക. കാരണം എന്ത് ചെയ്യാണ്? ഈ ഇലക്ട്രിസിറ്റി നമ്മുടെ വെള്ളത്തിൽ തട്ടിയിട്ട് നമ്മുടെ ദേഹത്തേക്ക് കറണ്ട് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുത ബന്ധം, ഇലക്ട്രിസിറ്റി വേഗം തന്നെ എന്ത് ചെയ്യണം? ഡിസ്കണക്ട് ചെയ്തേക്കണം. ഇതൊക്കെ വെള്ളപ്പൊക്കം വന്നാൽ ചെയ്യേണ്ടതാ. അതേസമയം ഉരുൾപൊട്ടലാണെന്നുണ്ടെങ്കിൽ സെറ്റിൽ ഡൗൺ ദ ഏരിയ അവേ ഫ്രം ദ സ്റ്റീപ്പ് സ്ലോപ്സ്. കുത്തനെ ചെരിവുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കുക. നല്ല കുത്തനെ മലയുടെ ഒക്കെ ചെരിവിൽ നമ്മൾ താമസിക്കുന്നത് ദാറ്റ് വാസ് റിസ്കി, ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. അത് മാക്സിമം പെട്ടെന്ന് നമ്മൾ അവിടുന്ന് മാറി താമസിക്കുക എന്നുള്ളതാണ്. അതേസമയം അവിടെ താമസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ചില ആളുകളുടെ സിറ്റുവേഷൻ കാരണമായിട്ട് അവിടെ താമസിക്കുന്ന ആളുകളുണ്ടാവും, അവര് ബി മോർ കോഷ്യസ് ഡ്യൂറിങ് ദ റെയിനി സീസൺ. ചെരിഞ്ഞ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധാലുകളാവുക. മഴക്കാലത്ത് ഈ വെള്ളം എവിടെന്നെങ്കിലും വരുന്നതായിട്ടോ ഉറവ അധികമായിട്ട് വരുന്നതായിട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നുവെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കൽ നമ്മുടെ സേഫ്റ്റിക്ക് വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയം ഇടിമിന്നൽ, ലൈറ്റ്നിങ് നമ്മളെല്ലാം വീടുകളിൽ നിൽക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് കാണുന്നതാണ്, നമ്മൾ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന, എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ് ലൈറ്റിംഗ്, ഇടിമിന്നൽ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, ഡിസ്കണക്ട് ഇലക്ട്രിസിറ്റി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വേഗം പോയിട്ട് മെയിൻ സ്വിച്ച് അങ്ങോട്ട് ഓഫ് ചെയ്യാം. അത് വളരെ നല്ലതാണ്. നമ്മുടെ വീട്ടിൽ നമ്മളായിരിക്കണം ഇനി അത് ചെയ്യേണ്ടത്. ഈ ക്ലാസ് കേൾക്കുന്ന എൻ്റെ മക്കളായിരിക്കണം അത് ഇനി ചെയ്യേണ്ടത്. മാത്രമല്ല, സിറ്റ് ഡൗൺ ദ വുഡൻ ബാങ്ക്സ് ഓർ വുഡൻ കോർട്സ് ഔട്ട് ടച്ചിങ് ദ ഗ്രൗണ്ട്. കാല് നിലത്ത് തൊടാതെ തടിക്കട്ടിലോ പലകമേലോ ഇരിക്കാം. നമ്മുടെ ഇടിമിന്നൽ ഏൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വീട്ടിൽ അങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാൻ പാടില്ല. പകരം കാല് നിലത്ത് വെക്കാതെ നമ്മൾ എന്ത് ചെയ്യാം? കാല് നിലത്ത് തൊടാതെ വല്ല മരത്തിന്റെ മുകളിലോ പലകയുടെ മുകളിലോ അല്ലാതെ കട്ടിലിലോ പോയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് സേഫ്റ്റി ആയിട്ടുള്ള കാര്യം. അതേസമയം ഔട്ട്സൈഡിലാണ്, പുറത്താണ് എങ്കിൽ സിറ്റ് വിത്ത് ചിൻ ഓൺ യുവർ നീ. നമ്മുടെ ഇതില്ലേ, താടിയുടെ ഭാഗമില്ലേ, അത് കാൽമുട്ടിലാക്കിയിട്ട്, തുറസായ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ താടി കാൽമുട്ടിലാക്കിയിട്ട് ഇങ്ങനെ കുനിഞ്ഞിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ മാക്സിമം ചെറുതായിട്ട് ഇരിക്കുക എന്നുള്ള. അതേസമയം അത് ഗ്രൗണ്ടിൽ ഒരു മരം മാത്രം കിടക്കുന്നുണ്ട്, ഐസൊലേറ്റഡ് ആയിട്ട് ഒറ്റപ്പെട്ട മരം കിടക്കുന്നുണ്ട്. അതിൻ്റെ താഴെ പോയിട്ട് നിൽക്കരുത്. മഴ പെയ്യുന്നുണ്ട്, മഴയും ഇടിയും കൂടെ ഉണ്ട്, നമ്മൾ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി മരത്തിൻ്റെ ചോട്ടിൽ നമ്മൾ കയറാം. അതൊരിക്കലും ചെയ്യരുത്. ഒഴിഞ്ഞു കിടക്കുന്ന മരമാണെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകരുത്. മൂവ് അവേ ഫ്രം ദ ഐസൊലേറ്റഡ് ട്രീ. ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്ന് മാറി നിൽക്കുക. ഇതൊക്കെ ഇടിമിന്നൽ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇനി അഥവാ സുനാമി ആണെങ്കിലോ? സുനാമി നമുക്കറിയാം, വലിയ രീതിയിൽ തിരമാലകൾ വരുന്നതിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി സുനാമി എന്ന് പറയുന്നത്. സുനാമി വരുന്ന സമയത്ത് മൂവ് അവേ ഫ്രം ദ കോസ്റ്റ് ഇഫ് യു നോട്ടീസ് എനിത്തിങ് സ്ട്രേഞ്ച് ഹാപ്പനിങ് ദ സീ ഇസ് എ വാർമിംഗ് ടു ദ റിഗാർഡ്. കടലിൽ അസാധാരണമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നത് കണ്ടാൽ ഉടനെ തന്നെ കടൽ തീരത്ത് താമസിക്കുന്ന ആളുകൾ അവിടുന്ന് മാറിപ്പോവാന്നുള്ള. കടൽ ഒരുപാട് പിന്നോട്ട് വലിയുന്നതോ ഒരുപാട് ബാക്കിലോട്ട് പോകുന്നതൊക്കെ കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് എന്ത് ചെയ്യാം? മാറി താമസിക്കണം. നമ്മൾ ആ സമയത്ത് ടൂർ പോകുന്നവരെ
മാതിരി അത് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സ്വഭാവം നമുക്ക് ഉണ്ടാവുന്നത് എപ്പോഴാണ് തിരിച്ചു വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല, കീപ് ലൈഫ് ജാക്കറ്റ് ആൻഡ് ഇൻഫ്ലാന്റഡ് ട്യൂബ്സ് വിത്ത് യു. ലൈഫ് ജാക്കറ്റ്, വായു നിറച്ച ട്യൂബ്, ഇവയിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിൽ കരുതുക എന്നുള്ള നമുക്ക് ഏറ്റവും സേഫ്റ്റി ആവാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ അഥവാ എങ്ങാനും സുനാമി വന്നാൽ അതിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് മുകളിലൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ലൈഫ് ജാക്കറ്റ് പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വെക്കുക എന്നുള്ളതാണ് സുനാമിയിൽ ചെയ്യാനുള്ളത്. ഭൂകമ്പം എന്ന് പറയുന്നത് മൂവ് അവേ ദ ബിൽഡിങ്സ് ആൻഡ് ഹോൾഡിങ്സ് ദാറ്റ് മേ ബി ഫാൾ. വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾ, പരസ്യ പലകൾ എന്നിവയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുക. കാരണം ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത്, എർത്ത്ക്വേക്ക് ഉണ്ടാകുന്ന സമയത്ത് ഭൂമി കുലുങ്ങിയിട്ട് ഇതെല്ലാം കൂടെ പൊളിഞ്ഞിട്ട് വീഴുക ചെയ്യാം. ആ പൊളിഞ്ഞിട്ട് വീഴുന്ന സമയത്ത് നമ്മുടെ ദേഹത്തേക്ക് വീട്ടാണ് ആളുകൾ ഏറ്റവും കൂടുതൽ മരിക്കാനും ഇൻജുർ ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറി താമസിക്കണം. അതുപോലെ തന്നെ ആസ് ദർ ചാൻസസ് ആഫ്റ്റർ ഷോക്ക് ഡു നോട്ട് റിട്ടേൺ ടു ഹോം ആൻഡ് ദ ഫോമർ ഡയറക്ഷൻ യു റിസീവ്ഡ്. തുടർ ചലന സാധ്യതയുള്ളതിനാൽ ഔദ്യോഗിക അറിയിപ്പ് കിട്ടുന്നത് വരെ വീടുകളിലേക്ക് നമ്മൾ മടങ്ങി പോകാൻ പാടില്ല. ഇനിയും വീണ്ടും അവിടെ നിന്നാണ് ഒരു ചലനത്തിന് സാധ്യത ഉണ്ടെങ്കിൽ ഗവൺമെന്റ് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള വിവരങ്ങൾ നൽകാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടേക്ക് തന്നെ പോകാൻ പാടില്ല. അപ്പോൾ തന്നെ ഓപ്പൺ സ്പേസസ് ആർ സേഫ്. ആ സമയത്ത് നമുക്ക് ഏറ്റവും സേഫ് ഉള്ള ഏതാണ്? ഓപ്പൺ സ്പേസ് ആണ്. അതേസമയം നമ്മൾ ലിഫ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാനേ പാടില്ല. എർത്ത്ക്വേക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വീടുകളുടെ മൂലകൾ എന്ന് വെച്ചാൽ ഇന്നർ കോർണറുകളാണ് വീട്ടിലെ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. കീപ് അവേ ഫ്രം ദ വിൻഡോസ്. ജനലുകളൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജനലുകളുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യണം, മാറി നിൽക്കണം. ഇതൊക്കെയാണ് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വരുന്ന സമയത്ത് അതിനോടനുബന്ധിച്ച് ചെയ്യാനുള്ളത്. എന്നാൽ നമ്മൾ എന്ത് പ്രശ്നം വന്നാലും, എന്തൊരു പ്രകൃതിക്ഷോഭം വന്നാലും നമ്മൾ നോർമലി ആയിട്ട് ചെയ്യേണ്ട ജനറൽ കാര്യങ്ങളാണ് ഇത്. നമ്മളെല്ലാവരും ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, പരിക്കേറ്റ ആളുകളെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാന്നുണ്ടാകും. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത റൂമേഴ്സുകൾ, ഊഹാപോഹങ്ങൾ വിശ്വസിക്കാതിരിക്കുക, അത് പ്രചരിപ്പിക്കരുത്. ആവശ്യമില്ലാതെ ഇന്ന സ്ഥലത്ത് വെറുതെ ഭൂകമ്പം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മനുഷ്യന്മാരെ പൊട്ടനാക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. കാരണം നാളെ നമ്മളും അതിൽ പെടില്ല എന്ന് ഒരു ഉറപ്പുമില്ലാത്ത സമയമാണ് നമ്മൾ ജീവിക്കുന്നത്, ഓർമ്മ വേണം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇനി എന്തെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ, അങ്ങനെ ഒരു വലിയൊരു ഇഷ്യൂ വന്നാൽ, ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ട് കൊണ്ടുപോകരുത്. പകരം കീപ് ദ പ്രഷ്യസ് ഐറ്റം ഓർ ഡോക്യുമെന്റ്സ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ, രേഖകൾ മാത്രം എന്ത് ചെയ്യാൻ മതി, നമ്മുടെ കയ്യിൽ വെച്ചാൽ മതി. മാത്രമല്ല, ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം എന്ത് ചെയ്യുക, ആ സമയത്ത് കുടിക്കുക. വെറുതെ റിസ്ക് എടുക്കരുത്. കാരണം അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കീപ് നെസസറി മെഡിസിൻ വിത്ത് യു. അത്യാവശ്യം മരുന്നുകൾ കയ്യിൽ കരുതുക. ഇതൊക്കെ നമ്മൾ ജനറലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ മക്കളെ, ഈ ഒരു ഇന്ന് പറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും പരീക്ഷയ്ക്കും ആവശ്യമുള്ളതാണ്. ഞാൻ പറയും, ഇത് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഓക്കെയാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. പരീക്ഷയ്ക്ക് 4 മാർക്ക് മുതൽ 5 മാർക്ക് വരെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മെയിൻ എക്സാമിനേഷന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇതെന്തായിരിക്കണം, പഠിച്ചിരിക്കണം. അതിൻ്റെ എല്ലാം അപ്പുറമായിട്ട് ആസ് എ സോഷ്യൽ സയൻസ് സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ, നമ്മളെല്ലാവരും പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ, നമ്മൾ നമ്മുടെ സമൂഹത്തിനോട് ഒരുപാട് ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. നമ്മൾക്ക് ഇതൊന്നും ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെയാണ് നമ്മളിത് പഠിക്കേണ്ടത്. കാരണം ഒരിക്കലും സുനാമിയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് സുനാമി വന്നിരുന്നെങ്കിൽ എന്നല്ല ആലോചിക്കേണ്ടത്. ഇതൊരിക്കലും ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇതിനെ പഠിക്കണം, നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കണം. അഥവാ വന്നാൽ നമ്മൾ അവിടെ നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് I'll be wind up here. Tata, bye bye, see you all.